സാങ്കേ സാങ്സ് കണ്ട് ബീറടിക്കുന്ന പിഞ്ചു വിവേക് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ 2019 യൂറോപ്പ് ട്രിപ്പിൽ നമ്മൾ ആദ്യം ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യൂക്കൻ ഹോഫിൽ പോയത്. അതുപോലെ ആ ഡേൻ്റെ പിന്നെ പാർട്ട് 2 എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാങ്കേ സാങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പില്ല, നെതർലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനാണ്. അവിടെ ഞങ്ങൾ വന്ന് ഇനിയിപ്പോൾ നിങ്ങളപ്പോൾ ആ കാണുന്ന വിൻ മിൽസിൻ്റെ അങ്ങോട്ട് നമുക്ക് നടന്ന് പോകണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ 2019 ചെയ്ത ട്രിപ്പാണ്. അപ്പോൾ അന്ന് പാർട്ട് ഇട്ടിട്ട് പിന്നെ എനിക്ക് കുറച്ച് കാലം പാർട്ട് ഇടാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് വ്ളോഗിൽ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന നെതർലാൻഡിലെ വിൻഡ് മിൽസിനെയും അവിടുത്തെ വില്ലേജിൻ്റെ കൺസ്ട്രക്ഷൻസും ഒക്കെ അതേപോലെ റീക്രിയേറ്റ് ചെയ്ത് ആ സംഭവങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് സാൻഡം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ എത്തുന്ന സ്ഥലമാണിത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ ഡൗട്ട് എനിക്ക് ഉറപ്പില്ല, പക്ഷേ കമൻറ്റ് ചെയ്തോളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. കാരണം ഞാനിത് 2019 പോയതാണ്. പക്ഷേ എനിക്ക് ഈ ബ്യൂട്ടിഫുള്ളായ ഡെസ്റ്റിനേഷൻ കാണിക്കണം എല്ലാവരും എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടും എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടുമാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ക്യൂക്കൻ ഹോഫിൽ എൻ്റെ കൂടെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെന്ന് വിചാരിക്കണം. അതെൻ്റെ കസിനാണ് കേട്ടോ, വിവേക് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരു 10 days ട്രിപ്പായിരുന്നു യൂറോപ്പ് പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയത് ആംസ്റ്റർഡാമിലുമാണ്. അത് കഴിഞ്ഞ് 10th day ഞങ്ങൾ പാരീസിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ എൻ്റെ എല്ലാ വീഡിയോസും ഇല്ല. ആക്ച്വലി ആംസ്റ്റർഡാമിൻ്റെയും നെതർലാൻഡ്സിൽ പോയ സ്ഥലങ്ങളുടെ വീഡിയോസാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കപ്പായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻസും ഇതാണ്. അപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്ഥലത്ത് നല്ല തണുപ്പായതുകൊണ്ട് എൻ്റെ മൂഡ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. കാരണം ഞാൻ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പായി. പക്ഷേ ഈ സ്ഥലത്ത് കൂടെ നടക്കാനും ഒക്കെ ഒരു ഭംഗി, അത് കാണാനും ഒക്കെ ശരിക്കും ലൈഫിൽ വൺസ് ഇൻ ലൈഫ് ടൈം നമ്മൾ കാണേണ്ടതാണ് ഈ സ്ഥലം. ഇത് നമ്മുടെ കുട്ടനാട് കേരളത്തിലെ പോലെ ബിലോ സീ ലെവലിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അധിക സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ നോക്കുമ്പോഴും ഇങ്ങനെ കനാൽസ് കാണുന്നത്. ആ കാണുന്നതാണ് വിൻഡ് മില്ല്, പണ്ടത്തെ വിൻഡ് മില്ല്. അപ്പോൾ ഇവരുടെ ഒരു ടെക്നോളജി അങ്ങനെയാണ്. ഇങ്ങനെ ഈ ബിലോ സീ ലെവലിൽ താമസിക്കുന്ന ആളുകൾ സ്ഥലങ്ങളിൽ അവർ വളരെ ഇതായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജി ആയിരുന്നു പണ്ട് ഇത് വിൻഡ് മിൽസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടി. ആൾട്ടോ നമ്മുടെ നാട്ടിലെ വണ്ടി ഇവിടെ എത്തിയപ്പോൾ പേര് മാറി. വെറും പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ കിഡ്സിന് ഇവിടെ പേര് വേറെ തോന്നുന്നു. എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറായിട്ട് വിവേക് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനുള്ള എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രശാന്തേട്ടനാണ് കാര്യമായിട്ട് ഗോപ്രോയൊക്കെ പിടിച്ച് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വിൻഡ് മിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് വിൻഡ് മിൽസ് വിൻഡ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു പരിപാടിയാണെന്നുള്ള രീതിക്കായിരിക്കും നമ്മളിതിനെ കാണുന്നുണ്ടാവും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. നമ്മളൊക്കെ ഇങ്ങനത്തെ ബിലോ സീ ലെവൽ പോലുള്ള സ്ഥലങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ലേക്സ് ഉണ്ടാവും ഇഷ്ടംപോലെ. അപ്പോൾ ആ ലേക്സിൽ ഇപ്പോൾ കുട്ടനാടൊക്കെ പറയുകയാണെങ്കിൽ ലേക്സ് ഉണ്ടാവും. ആ ലേക്സിൽ വെള്ളം ഇങ്ങോട്ട് കയറി ഫ്ലഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ലോ ലാൻഡ്സ് നിന്ന് വാട്ടർനെസ് ലേക്കിലേക്കും ലേക്കിൽ നിന്ന് ഇങ്ങോട്ടും ഫ്ലോ ഒരേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചൊരു ടെക്നോളജി മാതിരിയാണ് വിൻഡ് മിൽസ് ഇവിടെ നിൽക്കുന്നത്. നോർമലി നമ്മൾ കാണുന്ന ഒരു വിൻഡ് മിൽസിൻ്റെ സംഭവം അല്ല അതിൻ്റെ ഒരു പിന്നിൽ. അതും ഉണ്ടായിരിക്കാം, പക്ഷേ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും നെതർലാൻഡ്സിൽ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ നോക്കി വിൻഡ് മിൽസ് കാണാൻ പറ്റും.
ഇത് നല്ലൊരു അന്നത്തെ കാലത്ത് ഇതെന്ന് പറഞ്ഞാൽ 8th സെഞ്ച്വറിയിലൊക്കെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണല്ലോ. അപ്പോൾ ഞാൻ കേട്ടത് പണ്ട് ഡച്ചുകാർ നമ്മുടെ നാട്ടിൽ വന്ന സമയത്തും ഇതുപോലെ കുട്ടനാട് സൈഡിലൊക്കെ ബിലോ സീ ലെവൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ വിൻഡ് മിൽസ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഇത്രേ. പക്ഷേ പിന്നെ അത് ഡിസ്ട്രോയ് ചെയ്തതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇവിടെ വന്നാൽ നിങ്ങൾ ഇങ്ങനത്തെ മ്യൂസിയംസ് ഇവിടെ ഫ്രീ ആണ്. അതുപോലെ കോട്ടേജ് ചീസസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഒക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ വ്യൂ കണ്ടിട്ട് ഞങ്ങൾ പിറ്റത്തെ ദിവസം വേറെ പ്ലാനുള്ള കാരണം ഞങ്ങൾ പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് ഏകദേശം ഒരു വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം ഇരുന്ന് ബിയർ കഴിച്ചിരുന്ന മുമ്പിലെ സ്ഥലത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഈ വ്യൂവോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സാങ്ക്സിൻ്റെ വീഡിയോ കഴിയുവാണ്. പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്തായാലും കാണുന്നതായിരിക്കും. അതൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് നെതർലാൻഡാണ്. ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.